ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഭോപ്പാൽ മഹോത്സവ മേള 2024 ആണ്. നമ്മൾ ഭോപ്പാലിൽ ചുരുക്കത്തിൽ പറയും ഭോപ്പാൽ മേള എന്ന്. അപ്പോൾ ഈ ഭോപ്പാൽ മേളയുടെ എൻട്രൻസിൽ തന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് ബെഡ് ലാംപ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. 100 രൂപയാണ് 2 പീസിന് പറഞ്ഞത്, അതായത് പെർ പീസ് 50 റുപ്പീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ലാമ്പ് ലൈറ്റ് ഒക്കെ കണ്ട് അകത്തേക്ക് കയറിയപ്പോൾ ഈ ഒരു ഷോപ്പിൽ എവരിത്തിങ് 10 റുപ്പീസാണ് പറഞ്ഞത്. ഏതെടുത്താലും 10 റുപ്പീസ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ചേട്ടൻ്റെ റിങ്സിൻ്റെ കളക്ഷനാണ്. 10 റുപ്പീസിന് തൊട്ട് മുകളിലേക്കുള്ള റിങ്സിൻ്റെ ഡിഫറെൻറ്റ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് വിൻ്റർ കളക്ഷൻസാണ്. കിഡ്സിൻ്റെ വിൻ്റർ കളക്ഷനാണ് ഈ ഒരു ഷോപ്പിൽ കാണാൻ പറ്റുന്നത്. 1 ഇയർ തൊട്ട് മുകളിലേക്കുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള ഗെയിംസ് അതുപോലെ തന്നെ റൈഡ്സ് ഒക്കെ ഒരുപാട് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ നൈറ്റ് സമയമായതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റൊക്കെ വന്നപ്പോൾ ഒരു അടിപൊളി വൈബാണ്. നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ നമ്മൾ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മളൊന്നത് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് നിങ്ങളുടെ കുട്ടികളെയും നമ്മൾ നന്നായിട്ട് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ അധികം നേരം നിൽക്കാതിരിക്കുകയാണ് നല്ലത്, കാരണം കൂടുതൽ ലേറ്റ് ആകുന്നതനുസരിച്ച് തണുപ്പ് കൂടുകയും ചെയ്യും. സോ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് സൂക്ഷിക്കുക. പിന്നെ ആരോമൽ ഇതുപോലെ കുറച്ച് റൈഡ്സൊക്കെ ചെയ്യിപ്പിച്ചു, കുറച്ച് ഗെയിംസൊക്കെ ചെയ്യിപ്പിച്ചു. എന്താണ് പറയുക, വർഷത്തിലൊരിക്കൽ വരുന്നത് കൊണ്ട് തന്നെ 1-2 പ്രാവശ്യമൊക്കെ നോർമലി പോകാറുണ്ട് സമയം കിട്ടുന്നത് പോലെയൊക്കെ. അതുപോലെ തന്നെ ആരോമൽ ഷൂട്ടിംഗ് ഗെയിം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ബലൂൺ ഷൂട്ടിംഗാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഗെയിം ചെയ്യിപ്പിച്ചു. വീണ്ടും നമ്മൾ 10 രൂപയുടെ ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. ഏതെടുത്താലും 10 രൂപ. അങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട്. 10 രൂപയുടെ ജനറൽ ഐറ്റംസ്, ലേഡീസിൻ്റെ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. ഇവിടെ ചെറിയ നമ്മുടെ സോഫ കവേഴ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇതെന്താണ് നമ്മുടെ കീ ഹോൾഡേഴ്സ്. കീ ഹോൾഡറിന് 8 റുപ്പീസാണ് പെർ പീസ് പറഞ്ഞത്. വീണ്ടും നമ്മൾ ബെഡ് ലാമ്പിൻ്റെ ആ ഒരു ബെഡ് ലൈറ്റാണിത്. ബെഡ് ലാമ്പ് കണ്ടു. അതിനടുത്ത് തന്നെ വീണ്ടും സെറാമിക്കിൻ്റെ കുറച്ച് കളക്ഷൻസാണ് കേട്ടോ. കുറച്ചല്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സെറാമിക് കപ്പ്, മഗ്, ജാറ്, ബോട്ടിൽസ്, പ്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് സെറാമിക് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസമുണ്ട്. പിന്നെ നമ്മളിത് കൺമണിക്കുട്ടിയെ താഴെ നിർത്തി കേട്ടോ. കൺമണിക്കുട്ടി ഓടി നടന്നു. ഭയങ്കര ഒത്തിരി ആൾക്കാരും അതുപോലെ ഈ സാധനങ്ങളെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ പതിയെ മൂവ് ചെയ്തപ്പോഴത്തേക്ക് ചെരുപ്പിൻ്റെ കുറേ ചെരുപ്പുകളുടെ ഒരു കട. അതെല്ലാം ഏതെടുത്താലും 100 രൂപ എന്നുള്ള ഒരു ഷോപ്പായിരുന്നു. 200 രൂപയുടെ ചെരുപ്പുകളും അകത്തേക്ക് വേറെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെയും ലേഡീസിൻ്റെയൊക്കെ കുറച്ച് ഐറ്റംസാണ്. ഹെയർ ബാൻഡ്, ഹെയർ ബുഷസ്, അതുപോലെ തന്നെ കമ്മൽ, മാല, അങ്ങനെ കുറേ ഐറ്റംസ്. അതിൻ്റെ ഇടയ്ക്ക് ആരോമൽ പോയിട്ട് ഇതുപോലെ പഞ്ഞിമിഠായി വാങ്ങിച്ചു. കുറച്ച് കൺമണിക്കുട്ടിക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ. അപ്പം ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് മേടിക്കാറുള്ളതാണ് ഈ ഒരു പഞ്ഞിമിഠായി. എല്ലാ വർഷവും മേടിക്കാറുള്ളതാണ്. പതിവ് തെറ്റിച്ചില്ല, ഇത്തവണയും മേടിച്ചു. പിന്നെ ഫർണിച്ചറിൻ്റെ ഒരു ഷോറൂം കണ്ടു. 1-2 ഫർണിച്ചറിൻ്റെ ഷോറൂം കണ്ടായിരുന്നു. പിന്നെ ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു ഷോപ്പിൽ ക്രാഫ്റ്റ് ഐറ്റംസ്. ആ ചേട്ടൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ചേട്ടനെ ഒന്ന് കാണിക്കണമെന്ന്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐറ്റംസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരുടെ ഷോപ്പിൽ ബോട്ടിൽസും ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതുപോലെ തന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസൊക്കെ അവരുടെ ഷോപ്പിലുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് നമ്മൾ കണ്ടു. പിന്നെ കൂടുതലും വിൻ്റർ സീസൺ ആയതുകൊണ്ട് വിൻ്റർ കളക്ഷനായിരുന്നു കൂടുതലും. അതുപോലെ തന്നെ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കുറേ ഐറ്റംസ് അങ്ങ് മാറിയുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും അങ്ങ് ആഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. ഈ ഒരു ഷോപ്പിൽ നിന്ന് ഒരുപാട് നമുക്ക് സ്വെറ്റർ, ജാക്കറ്റ്, അതുപോലെ തന്നെ ഹുഡീസൊക്കെ കിട്ടും. ഈ ഒരു ഷോപ്പിലാണ് ഞാൻ കുറച്ച് നോക്കിയത്. അപ്പം ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഏതെടുത്താലും 10 രൂപ എന്നുള്ളൊരു കളക്ഷൻ ജനറൽ സ്റ്റോറാണിത്. പിന്നെ നൈറ്റീസിൻ്റെ ഒരു ഷോപ്പ്, അതുപോലെ തന്നെ ഇത് ഹോം ഡെക്കോർ ഐറ്റംസ് മാത്രമുള്ളൊരു ഷോപ്പ്. ബ്രാസിൻ്റെ ഐറ്റംസാണ് ഇവിടെ കൂടുതലും. റേറ്റ് ഇവിടെ ഇച്ചിരി അധികമാണെന്ന് പറഞ്ഞാൽ അത് പീസുകളെല്ലാം നല്ല രസമുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റും അതുപോലെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ കാണുന്നത് കുറേ ചിപ്സിൻ്റെ ഒരു ഷോപ്പാണ്. മധുരമുള്ളതും മധുരം ഇല്ലാത്തതുമായിട്ടുള്ള കുറേ വെറൈറ്റി ചിപ്സ് ഉണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൽ.
പിന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള തണുപ്പിൻ്റെ വിൻ്റർ വിയർ സോക്സ്, ഇതുപോലെ ചെവിയിൽ വയ്ക്കാൻ കാറ്റ് കയറാതിരിക്കാനുള്ളത് ഗ്ലൗസ്, അതുപോലെ തന്നെ സ്കാർഫ്, ഷോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മിഠായിയുടെ ഒരു ഷോപ്പാണ്. ഡിഫറെൻറ്റ് വെറൈറ്റി മിഠായിസ്, അതുപോലെ തന്നെ അച്ചാറുകൾ, പലതരം വെറൈറ്റി അച്ചാറുകളും അങ്ങനെയൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ടായിരുന്നു. അപ്പം മിഠായി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ കുറച്ച് മിഠായി ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരെണ്ണം പുളിമിഠായി കിട്ടി. അപ്പം നമ്മുടെ നൊസ്റ്റാൾജി അടിച്ചു. കുറച്ച് പുളിമിഠായിയും വേറെ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് പതിയെ മൂവ് ചെയ്തു. നമ്മളൊരു 5 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പതിയെ എല്ലായിടത്തും കണ്ട് അധികം രാത്രിയാകാതെ, കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും. അധികം രാത്രിയാകാതെ, അധികം തണുപ്പടിക്കാതെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ ഒരു ഹായ് പറയാൻ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ചേട്ടനോട് ഹായ് പറഞ്ഞു. അങ്ങനെ നമ്മൾ അടുത്ത ഒരു ഷോപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ആരോമൽ ഈ ഒരു ഇതാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവനൊരു ഗെയിം കളിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഗെയിം കളിച്ചു. ഈ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവനെന്തോ ഒരു സമ്മാനമൊക്കെ കിട്ടി. അങ്ങനെ ഈ വർഷത്തെ ഭോപ്പാൽ മേള വിത്ത് ഫാമിലി നമ്മൾ ഫസ്റ്റ് ടൈം പോയതാണ്, എൻജോയ് ചെയ്തു. സോ താങ്ക് യു.